മഞ്ജു ശബരിമലയിൽ ആദ്യം ഒരു പ്രാവശ്യം കയറി. സ്ത്രീകളെ കയറ്റണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയോ മഞ്ജുവിനെ കയറ്റി. അത് കഴിഞ്ഞ് മഞ്ജു തടയപ്പെട്ടു, വീണ്ടും കൈ അടിച്ചു, മുടി നരപ്പിച്ചു, വീണ്ടും അവിടെ കയറി. സന്നിധാനത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. പക്ഷേ നിർഭാഗ്യകരമെന്നും വളരെ സങ്കടകരമെന്നും പറഞ്ഞിട്ട് ഒരു 2-3 വർഷത്തിനകത്ത് മഞ്ജു ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചു. അത് അയ്യപ്പന്റെ ശാപമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. നമസ്കാരം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ കാസർഗോഡ് അങ്ങറ്റം വരെ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത്. അതായത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 3/4 ഭാഗം ആളുകളും വിശ്വസിക്കുന്ന ക്ഷേത്രങ്ങൾ. അങ്ങനെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ ഇപ്പോൾ സംശയത്തിന് നിലയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കുറെ ദിവസമായിട്ട് ശബരിമല വിഷയം വലിയ രീതിയിൽ ചർച്ചയാകപ്പെടുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇതേപോലെ തന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ കൂടെ ഒരു വലിയ മോഷണം നടന്നിട്ടുണ്ട്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആളുകൾ മോഷണം നടത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ പുറത്തു വരുന്നത് ഈ കേരളത്തിലെ വിശ്വാസികളെ മുതലെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്നാൽ നമ്മളോടൊപ്പം ഉള്ളത് സ്വതന്ത്രനായി മത്സരിച്ചിട്ടുള്ള ചാല മോഹനനാണ്. സർ, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്? ഞാനിപ്പോ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നത് ഞങ്ങളുടെ അടിസ്ഥാന ജനതയും ഈ പത്മനാഭസ്വാമി ക്ഷേത്രവും തൊട്ടുപുറകിലുള്ള പെരുമാട്ടുകാളിയും ക്ഷേത്രവുമായിട്ട് ഒരു വൈകാരിക ബന്ധമുണ്ട്. അത് നമ്മുടെ സർക്കാരിന്റെ മതിലകൻ രേഖകളിൽ തന്നെ ഇതിന്റെ തെളിവുണ്ട്. സ്റ്റേറ്റ് മാനുവൽ എന്നാണ് പറയുന്നത്. സെക്രട്ടേറിയറ്റിന്റെ ലൈബ്രറിക്ക് അകത്തുണ്ട്, പബ്ലിക് ലൈബ്രറി ഉണ്ട്, നമ്മുടെ ഇതിന്റെ ഇവിടുത്തെ പുരാവസ്തുവിലുണ്ട്. അപ്പോൾ പെരുമാട്ടുകാളിയും ജീവചരിത്രവും എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രവും ഞങ്ങളുമായിട്ട് ഒരു വൈകാരിക ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നതിന്റെ പ്രധാന കാരണം. അപ്പോൾ പെരുമാട്ടുകാളിയും ചരിത്രവും എന്ന് പറയുമ്പോൾ പെരുമാട്ടുകാളിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 1000 രാജാക്കന്മാരുടെ കാലത്ത് പകരം കൊടുത്ത സ്ഥലമാണ് പുത്തരിക്കണ്ടം. പുത്തരി അവിടെ നിന്ന് കൊയ്ത് ഇതിനകത്ത് നീതിക്കാനാണ്. ആ ചരിത്രമൊക്കെ മാറിപ്പോയി. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ഉപരിവർഗത്തിന്റെ രീതിയിലാണ് ഇപ്പോൾ ക്ഷേത്രം പോകുന്നത്. എങ്കിലും ഈ ക്ഷേത്ര വിശ്വാസം ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ചോദിച്ചതുപോലെ ശബരിമല, ഞാൻ ഒരു അയ്യപ്പ ഭക്തനാണ്. എൻ്റെ ഭാര്യ മുസ്ലിമാണ്, പക്ഷെ ഹിന്ദുവായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് 2 മക്കൾ. ഈ കഴിഞ്ഞ ശബരിമലയിൽ ഞങ്ങൾ പോയിരുന്നു. അപ്പോ അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ സങ്കടകരമായ മറ്റൊരു കാര്യമുണ്ട്. ഞാൻ കേരള ദളിത് ഫെഡറേഷന്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായി. ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചാത്തന്നൂർ സ്വദേശി SP മഞ്ജു. ഈ മഞ്ജു ആരൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു. മഞ്ജു ശബരിമലയിൽ ആദ്യം ഒരു പ്രാവശ്യം കയറി. സ്ത്രീകളെ കയറ്റണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയോ മഞ്ജുവിനെ കയറ്റി. അത് കഴിഞ്ഞ് മഞ്ജു തടയപ്പെട്ടു, വീണ്ടും കൈ അടിച്ചു, മുടി നരപ്പിച്ചു, വീണ്ടും അവിടെ കയറി. സന്നിധാനത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. പക്ഷേ നിർഭാഗ്യകരമെന്നും വളരെ സങ്കടകരമെന്നും പറഞ്ഞിട്ട് ഒരു 2-3 വർഷത്തിനകത്ത് മഞ്ജു ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചു. ചാത്തന്നൂർ വീട്ടിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ചാത്തന്നൂർ ബസ് സ്റ്റാൻഡിനടുത്താണ്. ഈ ഇടയ്ക്ക് പത്തനംതിട്ടയിൽ ഒരു പരിപാടിക്ക് വീൽ ചെയറിലാണ് എത്തിപ്പെട്ടത്. അപ്പൊ മഞ്ജുവിനെ അവിടെ എത്തിച്ചത് ആരാണെന്നും എന്താണ് അതിന്റെ പിന്നിലെന്നും എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അത് എത്തിച്ചവർക്ക് അതിനെക്കുറിച്ച് ചരിത്രം അറിയാം. പക്ഷേ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആ ഒരു ദൈവം അല്ലെങ്കിൽ ആ വിശ്വാസം, ആ ഒരു ശക്തിക്ക് കഴിവുള്ളത് കൊണ്ടാണ് ഈ മഞ്ജുവിന് വലിയ അപകടം സംഭവിച്ചത്. ഇനി മഞ്ജുവിന്റെ വിഷയം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതേയില്ല. ആരാണ് ഈ മഞ്ജു? ആ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പോട്ട് നോക്കണം. അതായത് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നു. അതിന്റെ പേരിൽ സമരം നടക്കുന്നു. ഇടത് സർക്കാർ അടക്കം ഇതിൽ വിവാദമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ മഞ്ജു എന്നുള്ളതല്ലേ? ആ കൂട്ടത്തിലുള്ള, അതായത് അതിൽ തന്നെ പ്രേരിപ്പിച്ച് കയറ്റാൻ ഉണ്ടായിരുന്ന സമയത്തിൽ ഇപ്പോ രഹ്ന ഫാത്തിമ, ബിന്ദു അമ്മിണി സംഘം, പിന്നെ കനകലതയോ, ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ചർച്ചകളിലും ചാനലിലും കൂടുതൽ കാണിക്കുന്നത്. അവരെക്കാൾ അതിശക്തമായി ഈ മുടി തന്നെ നരപ്പിച്ച് വേഷം മാറി കയറിയ ഒരു വ്യക്തിയാണ് ഈ മഞ്ജു. SP മഞ്ജു കേരള ദളിത് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോഴും. അതിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ അറിവോടെ തന്നെയാണ് മഞ്ജു കയറിയിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാനാണ്. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ. അപ്പോൾ മഞ്ജു അവിടെ കയറി ഇപ്പൊ ഈ അവസ്ഥയിൽ ആരും നോക്കാനില്ലാത്ത ഒരു അവസ്ഥയിലാണ്. വലിയ സഹായങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല. പക്ഷെ അത് അയ്യപ്പന്റെ ശാപമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ.
അപ്പോ മറ്റു രഹ്ന ഫാത്തിമയും ബിന്ദു അമ്മിണിയും കനക ദുർഗയൊക്കെ പറയുമ്പോൾ മഞ്ജുവിന്റെ വിഷയം, മഞ്ജു അപകടത്തിൽ കിടക്കുന്നതാണ്ട് എല്ലാവരും വിസ്മരിച്ചു പോയി. ഒന്നുകിൽ വാർത്തയിൽ വലിയ ശ്രദ്ധയായി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ശബരിമലയിൽ തള്ളിക്കേറിയ ഈ മഞ്ജുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് നമ്മൾക്കും വിഷമമുണ്ട്. ഇങ്ങനെ ഒരു അനുഭവം അയ്യപ്പൻ കൊടുത്തോ എന്നുള്ളതാണ്. കൊടുത്തിരിക്കാം, ഇല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായി വരില്ല. അവിടെ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഈ വേഷം മാറി പ്രച്ഛന്ന വേഷം ധരിച്ചു കയറിയത് SP മഞ്ജു ആണ്. ഓർമ്മയുണ്ടോ അന്നത്തെ കാലത്തിൽ നടന്ന സംഭവങ്ങൾ? അന്നത്തെ പ്രധാന ചാനലുകളെല്ലാം മഞ്ജുവിന്റെ വിഷ്വൽ കാണിച്ചു. അന്നത്തെ എല്ലാ ചാനലുകളും ഈ SP മഞ്ജുവിന്റെ വിഷ്വൽ കാണിച്ചു. അതിന്റെ വിഷ്വലുകളെല്ലാം പ്രധാന ചാനലുകളുടെ കൈവശം ഇപ്പോഴും ഉണ്ടാണ്. പക്ഷെ എന്തുകൊണ്ടോ മഞ്ജുവിന്റെ വിഷയം കൂടുതൽ ആരും പിന്നീട് സംസാരിച്ചിട്ടില്ല. മഞ്ജു ഇപ്പോഴും കിടപ്പിലാണ്. അത് വളരെ സത്യമാണ്. ഞാനിപ്പോ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടയിൽ നിന്ന് സംസാരിക്കുകയാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് മഞ്ജുവിനെ അവിടെ എത്തിച്ചവർ സുഖമായി കഴിഞ്ഞുകൂടുന്നു, സന്തോഷമായി ജീവിക്കുന്നു. പക്ഷെ മഞ്ജു അനുഭവത്തിൽ കിടപ്പിലാണ്. എന്താണ് മഞ്ജുവിനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ളത്? മഞ്ജുവിനെ ചാത്തന്നൂർ വെച്ച് തന്നെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഗുരുതരമായ അപകടമായിരുന്നു. ആ അപകടത്തെ തുടർന്ന് നട്ടെല്ലും പ്രശ്നം. ഇപ്പോൾ വീൽ ചെയറിലാണ് മഞ്ജു എവിടെയെങ്കിലും സഞ്ചരിക്കുന്നത്. അതാണ് മഞ്ജുവിന്റെ അവസ്ഥ. ഇനി മഞ്ജുവിന് കാര്യമായ സാമ്പത്തികം എവിടെയെങ്കിലും കിട്ടിയോ എന്നറിയില്ല. അങ്ങനെയെങ്കിൽ മഞ്ജുവിന്റെ വീട്ടിലോ മഞ്ജുവിന്റെ ജീവിതത്തിലോ ആ വ്യത്യാസം ഉണ്ടായാലേ. പക്ഷെ അത് ഉള്ളതായി നമുക്ക് അറിഞ്ഞും കൂടാ. അപ്പൊ കാണാത്ത കാര്യം അത് പറയാൻ പറ്റില്ല. മഞ്ജുവിന് സാമ്പത്തികം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും മഞ്ജുവിന്റെ സ്വമേധയ സ്വന്തം ഇഷ്ടപ്രകാരം കയറിയതല്ല. മഞ്ജുവിന് അതിന്റെ സംരക്ഷണം കൊടുക്കുകയും മഞ്ജുവിനെ കയറ്റാൻ ആരൊക്കെയോ അവിടെ ശ്രമിച്ചു, അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഈ വിശ്വാസികളുടെ കാര്യം വരുമ്പോ ഈ സർക്കാരിന്റെ ഒരു നിലപാടുണ്ടല്ലോ, ആ നിലപാടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സ്ത്രീ പ്രവേശന സമയത്തുള്ള നിലപാടടക്കം, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നിലപാടടക്കം വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ നോക്കിക്കാണുന്നത്? ഇപ്പോ ഈ ശബരിമല എന്ന് പറയുമ്പോൾ ശബരിമല പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ വിശ്വാസവും ക്ഷേത്രവും എപ്പോഴും ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും നിയന്ത്രണത്തിലാണ്. ക്രിസ്ത്യാനികളെ ഇല്ല, മുസ്ലിങ്ങളുടെ ഇല്ല. ഇപ്പൊ ദേവസ്വം ബോർഡുകൾ ദേവസ്വം മന്ത്രിയുടെ കീഴിലാണ്, ഗവൺമെന്റിന്റെ കീഴിലാണ്. അപ്പൊ ദേവസ്വം ക്ഷേത്രങ്ങളിൽ എന്തൊക്കെയുണ്ട്, അത് എത്ര വിലപിടിപ്പുള്ള സാധനങ്ങളാണ്, എത്ര രൂപ കിട്ടും എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് ആ ദേവസ്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ദേവസ്വം പ്രസിഡന്റ്, ദേവസ്വം ചെയർമാൻ, ദേവസ്വം സെക്രട്ടറി ഇവർക്കൊക്കെ അറിവുള്ളതാണ്. പിന്നെ ഈ കൊറോണ കാലത്ത് ഈ പത്തനംതിട്ട ജില്ലയിലൊക്കെ കർശനമായ സർക്കാരിന്റെ നിയന്ത്രണം ഉള്ളത് കൊണ്ട് ആരും ഇത് കൊണ്ടുപോകുന്നതോ എടുത്തുകൊണ്ട് പോകുന്നതോ കാണുകയോ അതിനെ ചേർത്ത് വെക്കാനോ ആരെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പൊതുപ്രവർത്തനം എന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഹിന്ദു ക്ഷേത്രങ്ങളെ ആ പരിപാലനയോടെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാതെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് ഇപ്പൊ പൊതുസമൂഹം എല്ലാവർക്കും, ഞാൻ മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അത് ക്രിസ്ത്യാനികളുടെ, മുസ്ലിങ്ങളുടെ, അവരുടെ ആരാധനകളിൽ ഇവർക്ക് കയറാൻ പോലും പറ്റില്ല. അപ്പൊ ഇത് കൊള്ളയടിച്ചുകൊണ്ട് പോയത് ആരാണെന്നുള്ളത് അത് വരും കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ശബരിമല മാത്രമല്ല, ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇവിടെയും വലിയ രീതിയിൽ നടന്നില്ലെങ്കിലും അത്യാവശ്യം ഇവിടെയും കുറച്ച് മോഷണങ്ങളും കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ ബി നിലവറ ഇന്നും തുറക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോ ബി നിലവറ തുറക്കപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് വസ്തുതയുണ്ട്. മറ്റു എന്തെങ്കിലും വിഷയം അതിനെക്കുറിച്ച് നമുക്കൊരു വിശ്വാസമില്ല. ബി നിലവറ തുറക്കപ്പെടേണ്ടതാണ്. അപ്പൊ ശബരിമല എന്ന് പറയുമ്പോൾ ശബരിമല ഇപ്പൊ എന്നേക്കാൾ അറിവുള്ള, എന്നേക്കാൾ ആഴത്തിൽ വിശ്വാസികളുണ്ട്. അവർ ശക്തിയായി പ്രതിഷേധിക്കുന്നുണ്ട്. ശബരിമലയിൽ നടന്ന ഈ വിഗ്രഹ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി മോഷണത്തിൽ ഒരു ഹിന്ദു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അതിയായ ദുഃഖമുണ്ട്. ഈ വസ്തുതകൾ കൊണ്ടുവരണം. ഇപ്പൊ തന്നെ ഇതിലൊരു ദേവസ്വം ബോർഡ് മെമ്പർ 2019 പത്മകുമാറിനോടൊപ്പം ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന N വിജയകുമാർ എൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്താണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്നു.
ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാണ്. അദ്ദേഹത്തിന്റെ ജീവിതവും ദാമ്പത്യവും ഒക്കെ നോക്കുമ്പോൾ അദ്ദേഹം ഒന്നും കൊണ്ടുപോയതായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് പോലീസും SIT ഒക്കെ കണ്ടുപിടിക്കട്ടെ. പക്ഷെ അദ്ദേഹം ഇപ്പൊ ജയിലിലാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞങ്ങളുടെ വ്യക്തിപരമായ എന്റെ ബന്ധു എന്നുള്ള നിലയ്ക്ക്, സുഹൃത്ത് എന്നുള്ള നിലയ്ക്കുമാണ്. പക്ഷെ അദ്ദേഹം ഒന്നും കൊണ്ടുപോയിട്ട് ഇവിടെ കണ്ടുപിടിക്കാൻ ഒന്നും കഴിഞ്ഞില്ല. പക്ഷെ അന്ന് മെമ്പറായിരുന്നതുകൊണ്ട് അദ്ദേഹം പ്രതിയേർക്കപ്പെട്ടിരിക്കുന്നു. പത്മകുമാറിന്റെ കൂടെ അദ്ദേഹം മെമ്പറായിരുന്നുകൊണ്ട് അദ്ദേഹം പ്രതിയേർക്കപ്പെട്ടിരിക്കുന്നു.